ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണ് വിവാഹ ദിനം. ആ ദിവസം ഏറ്റവും സുന്ദരിയും സുന്ദരനുമായി കാണപ്പെടണമെന്നാവും ഏതൊരു വധുവും വരനും ആഗ്രഹിക്കുക. വിവാഹ ദിനം അടുക്കുമ്പോൾ ബാഹ്യ സൗന്ദര്യത്തിനും മാത്രമല്ല, ആന്തരിക സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും കൂടി മുൻതൂക്കം നൽകുക. പുതിയ ജീവിതത്തിലേക്ക് സന്തോഷപൂർവമായ പ്രവേശനം നടത്തുന്നതിന് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. വിവാഹത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും മറ്റും നടത്തി തുടങ്ങുമ്പോൾ മിക്കപ്പോഴും ഭക്ഷണകാര്യങ്ങളിലുള്ള ചിട്ടകളിൽ താളപ്പിഴയുണ്ടാകാം. ഷോപ്പിങ്ങിനുമൊക്കെയായി പുറത്തു പോകുന്ന അവസരങ്ങളിൽ ഹോട്ടൽ ഭക്ഷണത്തെയാവും ഭൂരിഭാഗം പേരും ആശ്രയിക്കുക. അല്ലെങ്കിൽ സമയം തെറ്റിയുള്ള ആഹാരശീലങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അതിനാൽ വിവാഹത്തിന് ഏറെ മുന്നേ തുടങ്ങി വളരെ സിമ്പിളായ പോഷകസമ്പുഷ്ടമായ ആഹാരശീലങ്ങൾ പിന്തുടരുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ബാഹ്യ സൗന്ദര്യത്തിന് തിളക്കവും പ്രസരിപ്പും ലഭിക്കാൻ പ്രയോജനം ചെയ്യും. വിവാഹത്തിന് മുമ്പ് ഏറെ തിരക്കുകൾ ഉണ്ടായാലും ശരി, ഭക്ഷണകാര്യങ്ങൾ വധുവരന്മാർ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ആരോഗ്യത്തിനും അഴകിനും മുതൽക്കൂട്ടാകും. എന്നാൽ പലരും എളുപ്പം തടി കുറഞ്ഞു കിട്ടാൻ ക്രാഷ് ഡയറ്റ് ചെയ്യാറുണ്ട്. പ്രീ വെഡ്ഡിങ് ഡയറ്റ് എന്നത് ക്രാഷ് ഡയറ്റ് അല്ല. അത്തരത്തിലുള്ള ക്രാഷ് ഡയറ്റിംഗ് ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യൂ. മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട ശരീരഭാരം വീണ്ടും ഉണ്ടാകും. വിവാഹത്തിന് 3 മാസം മുമ്പ് തുടങ്ങി ഭക്ഷണകാര്യത്തിലും വ്യായാമത്തിലും ശ്രദ്ധ കൊടുക്കുന്നത് മികച്ച ഫലം നൽകും. ശരീരഭാരം കുറയ്ക്കുന്നതിന് വ്യായാമം ചെയ്യുക ഉള്ളതാണ് പരിഹാരം. എന്നാൽ പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. രാത്രി 7:30 രാത്രി ഭക്ഷണം കഴിക്കുക. 30-45 മിനിറ്റ് വ്യായാമം ചെയ്യാം. ഇതിൽ പ്രഭാത സവാരി ദിനചര്യയുടെ ഭാഗമാക്കാം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം ഈ കാലയളവിൽ പാടെ ഒഴിവാക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിന് തലേ മാസം മുതൽ ദിവസവും 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. കാപ്പി, ചായ ഒഴിവാക്കാം. നിർബന്ധമാണെങ്കിൽ ദിവസത്തിൽ ഒരു ചായയോ കോഫിയോ കുടിക്കാം. ഗോതമ്പ്, റാഗി, ഓട്സ്, ചുവന്ന തവിടുള്ള അരി എന്നിവ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. അതുപോലെ പ്രധാനമാണ് പച്ച ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം ഇലവർഗ്ഗങ്ങൾ നിർബന്ധമായും ഡയറ്റിൽ ഉൾപ്പെടുത്താം. മറ്റൊന്നും പയറുവർഗ്ഗങ്ങളാണ്. അവയിൽ ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഓരോ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. കാരണം അവ പ്രോട്ടീനിൻ്റെയും ധാതുക്കളുടെയും ഉത്തമ സ്രോതസ്സുകളാണ്. വെജിറ്റബിൾ ജ്യൂസ് ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കാം. പ്രത്യേകിച്ച് ബീട്രൂട്ട്, കാരറ്റ് ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ് എന്നിവയ്ക്ക്. അതുപോലെ വെജിറ്റബിൾ സാലഡുകൾ പ്രധാന മീൽസിനൊപ്പം കഴിക്കാം. അതുമല്ലെങ്കിൽ അത് പ്രധാന മീൽസായി കഴിക്കാം. ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി എന്നിവ മിക്സ് ചെയ്തോ അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ മിക്സ് ചെയ്തോ കഴിക്കാം. ഇവയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കൽ മൂലമുള്ള തകരാറുകളെ ഇല്ലാതാക്കും. വെറും വയറ്റിൽ അല്ലെങ്കിൽ പ്രാതലിന് ഒപ്പമോ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് ആന്തരിക ആരോഗ്യത്തിനും ബാഹ്യ സൗന്ദര്യത്തിനും നല്ലതാണ്. ശരീരത്തിൽ അത് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങ വെള്ളം, അനാർ ജ്യൂസ്, മുന്തിരി ജ്യൂസ് എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ കൊണ്ടുള്ള ജ്യൂസ് തയ്യാറാക്കി പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നത് കൂടുതൽ മികച്ച ഫലം നൽകും. ചർമ്മത്തിന് തിളക്കവും പുതുമയും പകരാൻ ഫലങ്ങളിലെ പോഷകങ്ങൾക്ക് കഴിയും. വിറ്റാമിൻ എ, സി എന്നീ പോഷകങ്ങൾ ചർമ്മ സൗന്ദര്യത്തിന് അനിവാര്യമാണ്. ചർമ്മത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പും ഡാമേജും തടയാൻ അവ ആവശ്യമാണ്. അതുകൂടാതെ ബദാം, കശുവണ്ടി പരിപ്പ്, പിസ്ത, നിലക്കടല, വാൽനട്ട് എന്നിവയുള്ള സ്നാക്സ് കഴിക്കാം. ബദാം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാം. വിറ്റമിൻ ഇ ധാരാളമായി അടങ്ങിയ ഈ നട്ട് ചർമ്മ സൗന്ദര്യത്തിന് ഉത്തമമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. നാട്ടിൽ ലഭ്യമായ നട്ട്സ് ദൈനംദിന ഡയറ്റ് ഉൾപ്പെടുത്തുകയും ചെയ്യാം. സൗന്ദര്യ ആരോഗ്യ സംരക്ഷണത്തിന് പരമപ്രധാനമായ ഒന്നാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇത് ശരീരത്തിനകത്തെ ടോക്സിനുകളെ പുറന്തള്ളുന്നതിനോടൊപ്പം ശരീരം ഹൈഡ്രേറ്റ് ആയിരിക്കാനും സഹായിക്കും. ദിവസം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 1-2 ലിറ്റർ ആയാൽ ഏറ്റവും നന്ന്. യാത്രാവേളയിൽ കയ്യിൽ അത്യാവശ്യം വെള്ളം കരുതാം. ചർമ്മകോശ സൗന്ദര്യത്തിന് ഇത് നല്ലൊരു ഉപായമാണ്. അതുകൂടാതെ ദിവസം 45 മിനിറ്റ് വരെ നടക്കുക എന്നത് സമ്പൂർണ്ണമായ ഒരു വ്യായാമമാണ്. ജോഗിങ്, സ്കിപ്പിംഗ്, എയറോബിക്സ്, യോഗ എന്നിങ്ങനെ ഇഷ്ടമനുസരിച്ച് ഏത് വ്യായാമവും ഫിറ്റ്നസ്സിനായി തിരഞ്ഞെടുക്കുക.
ശാരീരികാരോഗ്യത്തെ പോലെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും മുൻതൂക്കം നൽകിയുള്ള ജീവിതചര്യ ക്രമീകരിക്കാം. യോഗ, ധ്യാനം പോലുള്ളവ പരിശീലിക്കാം. ഒപ്പം ഇഷ്ടമുള്ള ഹോബികളിൽ ഈ സമയത്ത് ഏർപ്പെടുന്നത് മനസ്സിന് സന്തോഷം പകരും. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതും ഇടയ്ക്ക് കൂട്ടുകാർക്കൊപ്പം ചെറു യാത്രകൾ നടത്തുന്ന ജീവിതത്തിന് കൂടുതൽ ഊർജവും ഉണർവും പകരും.